നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 29ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ മൂന്നാമത്തെ സഹോദരൻ ബക്ബാക്കിന്റെ കഥ. ആ ക്ഷുരകൻ തൻ്റെ മൂന്നാമത്തെ സഹോദരൻ ബക്ബാക്കിന്റെ കഥ പറയാൻ ആരംഭിച്ചു. എൻ്റെ മൂന്നാമത്തെ സഹോദരൻ ബക്ബാക്ക് ഒരു അന്ധനാണ്. ബാഗ്ദാദിലെ യാചക സംഘത്തിന്റെ നേതാവാണവൻ. ഒരു ദിവസം പതിവ് പോലെ ഭിക്ഷാടനത്തിനിറങ്ങിയ ബക്ബാക്ക് ഒരു വലിയ ബംഗ്ലാവിന്റെ പടിവാതിൽക്കൽ ഊന്നുവടി കൊണ്ട് തട്ടി ഭിക്ഷ യാചിച്ചു. മറ്റ് യാചകരെ അപേക്ഷിച്ച് ബുദ്ധിമാനാണ് എൻ്റെ സഹോദരൻ. വാതിലിൽ മുട്ടുമ്പോൾ അകത്തു നിന്ന് ആരാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവൻ മിണ്ടാറില്ല. കാരണം ഭിക്ഷക്കാരാണെന്നറിഞ്ഞാൽ അകത്തുനിന്ന് അല്ലാഹു തുണയ്ക്കും എന്ന് മാത്രം പറയും. അതേസമയം മിണ്ടാതെ നിന്നാൽ ആരാണെന്ന് അറിയാനെങ്കിലും വീട്ടുകാർ വാതിൽ തുറന്നു നോക്കും. അന്നും ആരാണെന്ന ചോദ്യം കേട്ടപ്പോൾ എൻ്റെ സഹോദരൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് ഒരാൾ വന്ന് വാതിൽ തുറന്നു. അയാളുടെ മുഖം കണ്ടാൽ ആരും ഭിക്ഷ ചോദിക്കാൻ ധൈര്യപ്പെടില്ല. എന്നാൽ എൻ്റെ സഹോദരൻ ഒരു കുരുടനാണല്ലോ. നിനക്കെന്തു വേണം? വീട്ടുകാരൻ ചോദിച്ചു. എന്തെങ്കിലും തരണേ, അല്ലാഹു രക്ഷിക്കും, യാചകൻ അഭ്യർത്ഥിച്ചു. നിനക്ക് കണ്ണ് കാണാൻ മേലേ? എനിക്ക് കാഴ്ചയില്ലേ മോനെ, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ സഹോദരൻ്റെ കൈക്ക് പിടിച്ച് കോണിപ്പടികൾ കയറി മട്ടുപാവിലെത്തിച്ചു. കാര്യമായ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമെന്ന് ബക്ബാക്ക് പ്രതീക്ഷിച്ചു. നിനക്കെന്താണ് വേണ്ടത്? വീട്ടുടമസ്ഥൻ വീണ്ടും ചോദിച്ചു. അല്ലാഹുവിൻ്റെ പേരിൽ ധർമ്മം തരണേ. അല്ലാഹുവിനോട് ചോദിച്ചാൽ കിട്ടും, അയാൾ കളിയാക്കി. നിങ്ങൾക്കിത് നേരത്തെ പറയാമായിരുന്നില്ലേ? ആരാണെന്ന് ചോദിച്ചപ്പോൾ നീ മിണ്ടാതെ നിന്നില്ലേ? നിന്റെ നാവിറങ്ങിപ്പോയോ? വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചവിട്ടി താഴെയിടും, പറഞ്ഞേക്കാം. പാവം തപ്പിത്തടഞ്ഞ് പടികൾ ഇറങ്ങുന്നതിനിടയിൽ മറിഞ്ഞു വീണ് തല പൊട്ടി. അവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരായ 2 യാചകർ അവിടെ വന്നു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വീണ് തല പൊട്ടിയെന്നു മാത്രമല്ല, ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. ഇന്നത്തെ ആഹാരത്തിന് നമ്മുടെ നീക്കിയിരിപ്പിൽ നിന്ന് എന്തെങ്കിലും എടുത്തേ മതിയാകൂ. എൻ്റെ സഹോദരനും അവൻ്റെ കൂട്ടുകാരായ അന്ധന്മാരും പറഞ്ഞതെല്ലാം വീട്ടുടമസ്ഥനായ ആ ദുഷ്ടൻ കേട്ടു. അയാൾ അവരുടെ പിന്നാലെ പതുങ്ങി പതുങ്ങി നടന്നു. ബക്ബാക്കും കൂട്ടുകാരും വീട്ടിൽ കയറിയപ്പോൾ ആ കള്ളനും അവിടെ കടന്നുകൂടി. വാതിലടച്ചിട്ട് ബക്ബാക്ക് സ്നേഹിതന്മാരോട് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയണം. അത് കേട്ട കള്ളൻ, അവനൊരു തികഞ്ഞ മോഷ്ടാവായിരുന്നു, മുകളിൽ നിന്ന് തൂങ്ങിക്കിടന്ന ഒരു കയറിൽ പിടിച്ച് ഒച്ചയുണ്ടാക്കാതെ ഉത്തരത്തിൽ കയറി ഇരുപ്പുറപ്പിച്ചു. ബക്ബാക്കും കൂട്ടുകാരും വടികൊണ്ട് തട്ടി നോക്കി മുറിക്കുള്ളിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് അവിടെ കുഴിച്ചിട്ടിരുന്ന പണസഞ്ചി എടുത്ത് എണ്ണി നോക്കി. 10,000 ദർഹമുണ്ടായിരുന്നു. അന്നത്തെ ചെലവിന് 2-3 നാണയങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് സഞ്ചിയിലാക്കി മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വച്ചു. ഒരാൾ പുറത്തു ചെന്ന് കുറച്ച് റൊട്ടിയും ഉള്ളിയും ഈന്തപ്പഴവും വാങ്ങിക്കൊണ്ടുവന്നു. അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ കള്ളൻ താഴെ ഇറങ്ങി അവരുടെ സമീപത്തിരുന്ന് അതിൽ പങ്കുപറ്റി. എൻ്റെ സഹോദരന് കാഴ്ചയില്ലെങ്കിലും ശ്രവണശക്തി കൂടുതലാണ്. 4മതൊരാള അവിടെ ഇരുന്ന് ആഹാരം ചവച്ചിറക്കുന്ന ശബ്ദം അവൻ കേട്ടു. ഇവിടെ ഒരുത്തൻ കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശബ്ദം കേട്ട ദിക്കിലേക്ക് കൈനീട്ടി കള്ളനെ പിടികൂടി. 3 പേരും കൂടി കള്ളൻ കള്ളൻ രക്ഷിക്കണേ എന്നുറക്കെ വിളിക്കുകയും വടികൊണ്ട് അവന് നല്ല തല്ലു കൊടുക്കുകയും ചെയ്തു. ബഹളം കേട്ട് അയൽക്കാർ ഓടി വന്നു. അപ്പോൾ ബുദ്ധിമാനായ കള്ളൻ കണ്ണുകളടച്ച് താനും കുരുടനാണെന്ന നാട്യത്തിൽ പറഞ്ഞു, യമാന്മാരെ, ഞങ്ങൾ 4 പേരും ഒന്നിച്ച് പിച്ചതെണ്ടുന്ന കുരുടന്മാരാണേ. 10,000 ദർഹമാണ് ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം. എന്നെ തല്ലിക്കൊന്ന് എൻ്റെ വീതം തട്ടിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഈ കള്ളന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോകണേ. ന്യായാധിപന്റെ അടുത്ത് ചെന്നപ്പോൾ കള്ളൻ പറഞ്ഞു, നടന്നതെന്താണെന്ന് ഞാൻ പറയാം, എല്ലാം കേട്ടിട്ട് അവിടുന്ന് വിധി കൽപ്പിക്കണം. ഒരപേക്ഷ കൂടിയുണ്ട്.
ഞാൻ പറയുന്നത് കള്ളമാണെന്നും അടി കൊണ്ടാലേ സത്യം പറയൂ എന്നും അങ്ങയ്ക്ക് തോന്നാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആദ്യം എനിക്കും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർക്കും ചുട്ട അടി തരാൻ ഏർപ്പാട് ചെയ്യണം. ഇവൻ അടി ചോദിച്ചു വാങ്ങുന്നല്ലോ. ഇവനെ പിടിച്ചുകെട്ടി ചമ്മട്ടി കൊണ്ട് 40 അടി കൊടുക്കാൻ ന്യായാധിപൻ ഭടന്മാരോട് കൽപ്പിച്ചു. ഭടന്മാർ ഒട്ടും ദയയില്ലാതെ അടി തുടങ്ങി. 10 തവണ ചാട്ട ഉയർന്നു താണപ്പോൾ കള്ളൻ ഒരു കണ്ണു തുറന്നു. വീണ്ടും കുറെ പ്രഹരമേറ്റപ്പോൾ രണ്ടാമത്തെ കണ്ണും തുറന്നു. ഇത് കണ്ട് ന്യായാധിപൻ പറഞ്ഞു, നീ ഒരു കള്ളനാണ്, കുരുടനായി അഭിനയിക്കുകയായിരുന്നു അല്ലേ? അടി നിർത്താൻ ഉത്തരവാകണം, ഞാൻ സത്യം പറയാം, അവൻ അപേക്ഷിച്ചു. ന്യായാധിപന്റെ നിർദ്ദേശപ്രകാരം ഭടന്മാർ അവനെ ബന്ധന വിമുക്തനാക്കിയപ്പോൾ അവൻ പറഞ്ഞു, യമനെ, ഞങ്ങൾ 4 പേരും കണ്ണിന് കാഴ്ചയുള്ളവർ തന്നെ. കുരുടന്മാരായി അഭിനയിച്ച് ഭിക്ഷ തെണ്ടും. ചില വീടുകളിൽ ചെന്ന് സ്ത്രീകൾ വസ്ത്രം മാറുന്നത് നോക്കി നിൽക്കും. തരം കിട്ടിയാൽ അവരെ ബലാത്സംഗം ചെയ്തിട്ട് വില പിടിച്ച വസ്തുക്കളെല്ലാം എടുത്തോണ്ട് പോരും. ഇത് തുടങ്ങിയിട്ട് കുറെ നാളായി. മൊത്തം സമ്പാദ്യം 10,000 ദർഹം വരും. ഇന്ന് എൻ്റെ പങ്ക് ചോദിച്ചപ്പോൾ 3 പേരും കൂടി എന്നെ അടിച്ചു കൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് നാട്ടുകാർ രക്ഷയ്ക്കെത്തിയത്. ഇത് സത്യമാണെന്ന് നല്ല അടി കൊള്ളുമ്പോൾ ഇവരും സമ്മതിക്കും. പക്ഷേ എന്നേക്കാൾ വിരുദ്ധന്മാരായതുകൊണ്ട് കൂടുതൽ തല്ല് കിട്ടിയാലേ ഇവർ കണ്ണു തുറക്കൂ. അയാൾ പറഞ്ഞത് വിശ്വസിച്ച ന്യായാധിപൻ എൻ്റെ സഹോദരന് 300 അടി ശിക്ഷ വിധിച്ചു. ഞാൻ ജന്മനാ കുരുടനാണ് എന്ന്, എന്നെ തല്ലല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. കണ്ണ് തുറക്കാത്തതിന് വീണ്ടും കുറെ തല്ലുകൂടി കിട്ടി. ഇതേ ശിക്ഷ തന്നെ അവൻ്റെ മറ്റ് 2 സ്നേഹിതന്മാർക്കും കിട്ടി. ന്യായാധിപൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഭടന്മാരെ അയച്ച് പണസഞ്ചി എടുപ്പിച്ചു. അതിൽ 4/1 കള്ളന് കൊടുത്തു. ബാക്കിയുള്ളത് ന്യായാധിപൻ സ്വന്തമാക്കി. എന്നിട്ട് എൻ്റെ സഹോദരനോട് പറഞ്ഞു, നാണമില്ലാത്ത വർഗം, ദൈവം കാഴ്ച തന്നിട്ടും കുരുടനാണെന്ന് പറഞ്ഞ് പിച്ച തെണ്ടുന്നു. ഉടൻ നാട് വിട്ടു പോയിക്കൊള്ളണം. ഇനി ബാഗ്ദാദിൽ കണ്ടുപോകരുത്. വിവരമറിഞ്ഞ ഞാൻ രഹസ്യമായി എൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എൻ്റെ ചെലവിൽ അവൻ സുഖമായി കഴിയുന്നു. ഇതാണ് എൻ്റെ 3ാമത്തെ സഹോദരൻ കുരുടൻ ബക്ബാക്കിൻ്റെ കഥ. കഥ കേട്ടപ്പോൾ ഖലീഫയ്ക്ക് സന്തോഷമായി. ഈ ശുരകന് കുറച്ച് പണം കൊടുത്ത് പറഞ്ഞയച്ചുകൊള്ളൂ, അയാൾ കൽപ്പിച്ചു. അപ്പോൾ ശുരകൻ പറഞ്ഞു, വേണ്ട തിരുമനസേ, അങ്ങയുടെ സമ്മാനം വാങ്ങാൻ ഈയുള്ളവൻ യോഗ്യനാണോ എന്ന് എൻ്റെ മറ്റ് സഹോദരന്മാരുടെ കഥകൾ കൂടി കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാൽ അങ്ങനെയാവട്ടെ, വേഗം പറയേ, ഖലീഫ ഉത്തരവായി. അപ്പോൾ ആ ശുരകൻ അയാളുടെ 4ാമത്തെ സഹോദരൻ്റെ കഥ പറയാൻ ആരംഭിച്ചു. 4ാമത്തെ സഹോദരൻ്റെ കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടനെ തന്നെ.